ഞാൻ ഇത് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള സുധീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഇതിൽ കാണിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അയാളുടെ ലൈഫിലുണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല, അയാളുടെ ലൈഫാണ് ഈ സിനിമയുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ സുധീന്ദ്രൻ ഞാൻ പരിചയപ്പെടുന്നത് 2000 കാലഘട്ടത്തിലാണ്. അന്ന് അയാളൊരു എഞ്ചിനീയറാണ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ്. ഇൻസിഡൻ്റലി പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻസ്പിറേഷനും ഇതേ സുധീന്ദ്രനായിരുന്നു. അവൻ്റെ സ്വഭാവത്തിലൊരു പ്രത്യേകതയായിരുന്നു കൃത്യം ആലുവ പാലം കഴിയുമ്പോൾ ഉറങ്ങുക, ചാലക്കുടി പാലത്തിൽ എണീക്കുക, തിരിച്ചതുപോലെ തന്നെ അവിട്ടത്തൂർ 9-ാം ദിവസം ഉത്സവം എന്ത് കാരണവശാലും പുള്ളി മുടക്കില്ല. ആ 9-ാം ദിവസമാണ് പാസഞ്ചർ സിനിമ നടക്കുന്നത്, സത്യനാഥൻ്റെ. അപ്പോൾ അത് അവൻ്റെ സ്വഭാവത്തിന് ഒരു ഭാഗമായിരുന്നു. അതേസമയം കാലഘട്ടത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്നൊരു കഥ തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ ഞാൻ ആ സമയത്ത് സീരിയലുകൾക്ക് തിരക്കഥ എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൽ അജു വർഗീസാണ് ചെയ്യുന്നത്, സുധിയുടെ സുഹൃത്താണ്. സിനിമയുടെ ഒരു ഘട്ടത്തിൽ അയാൾ സീരിയൽ നടനാണ്, കുറച്ചുകൂടി സിനിമയിലാകുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ അയാൾ സിനിമാ നടനാണ്. സുധിയുടെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇതിലൊരു ഡയലോഗുണ്ട്, ഇതിൽ പല ഡയലോഗും സുധി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഡയബറ്റീസിൻ്റെ ഒരു കമ്പാരിസൺ പറഞ്ഞു, അത് അവൻ്റെ ഒരു ബ്ലോഗാണ് ആക്ച്വലി. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, അവൻ ആ ഫേസിലൂടെ കടന്നു വന്ന ഒരാളെന്നുള്ള രീതിയിലാണ് അത് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് സ്റ്റോറി എന്ന് പറയുന്നത് ക്രെഡിറ്റ് ചെയ്ത് സുധീന്ദ്രന് തന്നെയാണ് ഈ കഥ, ഈ സിനിമയിൽ. ഇപ്പോൾ ഇതിൽ ഒരു വിക്കിനെ കുറിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. വിക്കില്ലാത്ത ഒരാൾ സംസാരിക്കുമ്പോൾ, വിക്കില്ലാതെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് ഈ വിക്ക്. അത് അവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ വേറൊരു സംഭവമുണ്ട് ഇയാൾ പറയുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഏറ്റവും കഷ്ടപ്പെട്ട സമയത്ത് പോലും ഐ ഓൾവേസ് ഹാഡ് ഹോപ്പ്, അതുകൊണ്ടാണ് അവൻ വരെത്തിയത്. ഇതും അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സുധീന്ദ്രൻ ഇൻഫോസിസിൽ, ബാംഗ്ലൂർ ഇൻഫോസിസിൽ ഒരു പ്രൊജക്ട് മാനേജറാണ്. അപ്പം ഒരുപാട് പേരോട് സംസാരിക്കേണ്ടി വരുന്ന, പല ഭാഷകളിലുള്ള ആളുകളുടെ ഒപ്പം ജോലി ചെയ്യേണ്ടി വരുന്നൊരു ജോലിയാണ്. അപ്പം അയാൾക്ക് ഒരു സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ പോകുന്നു, അവിടെ ഒരു ജീവിതം കണ്ടെത്തുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഒരു സിനിമയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിലും നായകൻ ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ്, അയാളൊരു ബാങ്ക് മാനേജറാണ്, കുറച്ചും കൂടി ജനകീയമാക്കാം എന്നുള്ള രീതി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിൽ സുധിയുടെ അച്ഛനും അമ്മയും ഞാൻ മോഡലാക്കിയുള്ള എൻ്റെ അച്ഛനും അമ്മയാണ് പലപ്പോഴും അവരുടെ ക്യാരക്ടേഴ്സ്. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സിനിമയിലും ഉണ്ട്. ഈവൻ സുധിയിൽ തന്നെ എൻ്റെ ഒരുപാട് അംശങ്ങളുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള പല തകർച്ചകൾ, അതിനുള്ള തിരിച്ചുവരവുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അത് എല്ലാ സിനിമകളിലും അറിഞ്ഞറിയാതെ വരാറുണ്ട്. ഇതിൽ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്കിത് ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര പേഴ്സണലായിരുന്നു. ഇത് ആദ്യമായിട്ടൊരു ജോലി കിട്ടിയൊരു സ്ഥലത്തേക്ക് പോകുന്നതും ആ ജോലി രാജിവെക്കുന്നതും ഒക്കെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ കഥയിലുണ്ട്. ശരിയാണ്, കാരണം നമുക്ക് അപൂർവമായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു നന്മ ഇപ്പോഴത്തെ ലോകത്തിലും ഉള്ള ഒരാളാണ്. ഈ സിനിമയുടെ കഥ ഞാൻ പറഞ്ഞു, ഇത് നിൻ്റെ പേരിൽ ഈ കഥ ഞാൻ രജിസ്റ്റർ ചെയ്യാണ്, നിനക്കാണ് അത്, നീ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഒരു ആവശ്യമില്ല, ഞാൻ കഥ എഴുതുന്ന ആളല്ല, എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് അവനൊരു റെമ്യൂണറേഷൻ കൊടുക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ, ആ കൊടുത്ത എൻ്റെ തുക അവൻ ഇവിടെ ഈ വിക്കിൻ്റെ ഒരു അസോസിയേഷൻ, സ്റ്റാമറിംഗ് അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ, ടിസ എന്നാണ് പറയുന്നത്, അവർ ഫണ്ട് റേസിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടായിരുന്ന സമയമാണ്. എൻ്റെ ഒരു തുക അവൻ അതിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തു. ഇതൊക്കെ ഒരുപാട് ആളുകൾ പറയുമെങ്കിലും ഇത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരാളാണ് സുധി. അപ്പോൾ അയാളുടെ ഒരു നന്മ ഈ സിനിമയിലുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കെയർഫുള്ളായിരുന്നു. അതായത് ഒരിക്കലും അവനൊരു മോശം വരുന്ന രീതിയിലാവരുത് ഈ സിനിമ. ഇത് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് എല്ലാവരും പറയുന്നത്, ഒരു വിക്കുള്ള ആളുകളും ഇല്ലാത്ത ആൾക്കാരും, ഇത് ഇത്രയൊരു പോസിറ്റിവിറ്റി ഈ സിനിമ റേഡിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടുകൂടിയായിരിക്കും. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് സിങ്കാവുന്ന ഒരാളാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് സെയ്ഡ് ബി ആക്ടർ, സെയ്ഡ് ബി ക്യാമറമാൻ, സെയ്ഡ് ബി എനിബഡി. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞുകൊണ്ടായിരിക്കും, നമ്മളൊരാളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അയാളുടെ ഒരു പ്ലസ്സും മൈനസും എടുത്തിട്ടാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ നമുക്ക് താൽക്കാലികമായിട്ട് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി പോസിറ്റീവ് ആക്കാം എന്നുള്ള സ്വാർത്ഥ ചിന്തകളൊക്കെ എനിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ജയശ്രീയോട് ഞാൻ ഈ ഡ്രീംസ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനി ലോഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് സിനിമ ചെയ്ത് ഞാനും പൃഥ്വിരാജും കൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്, മോളി ആൻറ്റി എന്ന് പറഞ്ഞിട്ട്. 2ാമത്തെ സിനിമ ഞാനും ജയനും കൊണ്ടാണ് ചെയ്തത്, പുണ്യാളൻ. 3ാമത്തെ സിനിമ ഞാനും മമ്മൂക്കി കൊണ്ടാണ് ചെയ്തത്, വർഷം. 4ാമത്തെ സിനിമയാണിത്. എല്ലാവരുമായിട്ടും സിങ്ക് ഉണ്ടായിരുന്നു. ജയനുമായിട്ട് 2ാമത്തെ സിനിമയായപ്പോൾ ഈ സിങ്ക് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും പറയാം. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ കുറച്ചും കൂടെ അടുപ്പം കൂടിയിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് കുറച്ചും കൂടി അടുപ്പം തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതല്ല, ഞാൻ എപ്പോഴും ഒരു സൗഹൃദത്തിൽ ഞാൻ ചെറിയ അകലം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കത് നിലനിർത്താൻ ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ഒരു സിനിമ, ഉദാഹരണം പുണ്യാളം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ വളരെയധികം സൗഹൃദം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പതുക്കെ അത് കുറഞ്ഞു വന്നു. കുറഞ്ഞത് സൗഹൃദം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, നമ്മൾ അനുദിനം സംസാരിക്കുന്നത് കുറയുന്നു എന്നുള്ളതാണ്. അപ്പം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഞാൻ മറ്റു തിരക്കുകളിൽ പോകുന്നു, ജയൻ മറ്റു തിരക്കുകളിൽ പോകുന്നു, ഞാൻ വർഷം ചെയ്യുന്നു, വർഷം ചെയ്ത് കഴിയുന്നു, വീണ്ടും ഈ സിനിമ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു, വീണ്ടും ആ സൗഹൃദം വരുന്നു. ഇനി ഇത് പുറത്തേക്ക് പോകേണ്ടതാണ് എൻ്റെ നാച്ചുറൽ സാധനം.
അത് മറ്റൊരാളും എല്ലാവരുമായിട്ട് അങ്ങനെ വേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കാനുള്ള സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് അതിഭയങ്കരമായിട്ടുള്ളൊരു സിങ്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് പോകണം. നമ്മൾ എപ്പോൾ ഒരു ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മളൊരു പ്രതീക്ഷ അത് വന്നാൽ എനിക്ക് വേണ്ടി അത് ചെയ്യും എന്ന് പറഞ്ഞ ഒരു മുൻധാരണ വന്നാൽ അവിടെയാണ് ബന്ധങ്ങൾ തകരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അത് വരാതിരിക്കാൻ ഞാൻ എപ്പോഴും ഒരു അകലം പാലിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരാളാണ്.